ഒരു നിമിഷം ഒരു വലിയ ശബ്ദം, ഒരു നഗരം മുഴുവനും നിശബ്ദമായി. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം എന്നേക്കുമായി മാറി. ആഗസ്റ്റ് 6, ഹിരോഷിമ ദിനം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവത്തെ ഓർക്കാനും അതിൽ നിന്ന് സമാധാനത്തിന്റെ വലിയൊരു സന്ദേശം ഉൾക്കൊള്ളാനുമാണ് ആഗസ്റ്റ് 6 ലോകമെമ്പാടും ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. 1945 ആഗസ്റ്റ് 6 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന ആണവ ബോംബ് വർഷിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലിയ നഗരം തീയും പുകയും നിറഞ്ഞ ഒരു നാശഭൂമിയായി മാറി. അനേകം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു. വീടുകളും കെട്ടിടങ്ങളും തകർന്നു. കുടുംബങ്ങൾ ചിതറിപ്പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം 1945 ആഗസ്റ്റ് 9 ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിലും ആണവ ബോംബ് വർഷിക്കപ്പെട്ടു. ഈ 2 സംഭവങ്ങളും ലോക ചരിത്രത്തിൽ മനുഷ്യർ സൃഷ്ടിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറി. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന വെറും 2 നഗരങ്ങളുടെ നാശമല്ലായിരുന്നു, അത് മനുഷ്യരാശിക്ക് ലഭിച്ച ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു. യുദ്ധത്തിന്റെ ഫലം ഒരിക്കലും വിജയമല്ല. യുദ്ധത്തിന്റെ യാഥാർത്ഥ്യ ഫലം നാശവും ദുഃഖവും കണ്ണീരും മാത്രമാണ്. ഹിരോഷിമ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സുപ്രധാന കാര്യമാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം. മനുഷ്യനാശത്തിനായി ഉപയോഗിക്കരുത്. അത് നാശത്തിനായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫലം ഭയാനകമായിരിക്കും. യുദ്ധങ്ങൾ അവസാനിക്കാൻ ആയുധങ്ങളുടെ ആവശ്യമില്ല, പകരം സമാധാനത്തിനായി നല്ല മനസ്സുകളാണ് ആവശ്യം. നമുക്ക് ഒരു ലോകം സ്വപ്നം കാണാം. ആയുധങ്ങൾക്ക് പകരം പുസ്തകങ്ങളുള്ള ലോകം, യുദ്ധങ്ങൾക്ക് പകരം സമാധാനമുള്ള ലോകം, വെടിവെച്ചുകൾക്ക് പകരം കുട്ടികളുടെ ചിരിയുള്ള ലോകം. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലോക സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യാം. ലോകത്ത് സമാധാനം പുലരട്ടെ, യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, മനുഷ്യരാശി വിജയിക്കട്ടെ.